ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി കോഴ്സിന് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കറിയാം, മറ്റെല്ലാ യൂണിവേഴ്സിറ്റികളുടെയും ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റുകൾ ക്രോഡീകരിച്ച് കംപ്ലീറ്റ്ലി ഓപ്പൺ എഡ്യൂക്കേഷൻ മോഡിൽ 2020 കൊല്ലം ജില്ലയിൽ കേരള ഗവൺമെന്റ് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു UGC അപ്രൂവ്ഡ് യൂണിവേഴ്സിറ്റിയാണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി. ഒരു ഓപ്പൺ യൂണിവേഴ്സിറ്റി സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം നേരിടുന്ന പ്രധാന വെല്ലുവിളിയാണ് രജിസ്ട്രേഷൻ, നോട്ടിഫിക്കേഷൻ, പ്രോപ്പർ സ്റ്റഡി മെറ്റീരിയൽ, അസൈൻമെന്റ് സബ്മിഷൻ, യൂണിവേഴ്സിറ്റി എക്സാം, ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൺഫ്യൂഷൻസ്. അതിനുള്ള സൊല്യൂഷൻ എന്ന രീതിയിലാണ് ഇന്ദിര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ ഫൗണ്ടേഷൻ. ഇവിടെ അഡ്മിഷൻ എടുക്കുന്ന ഓരോ സ്റ്റുഡൻസിനും അവരുടെ കോഴ്സിനനുസരിച്ചിട്ടുള്ള സബ്ജക്ട് എക്സ്പേർട്സിൻ്റെ ഡീറ്റെയിൽഡ് ഓൺലൈൻ ക്ലാസ്സുകളും അസൈൻമെന്റ്, നോട്ടിഫിക്കേഷൻ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ, ഇവാലുവേഷൻ ടെസ്റ്റ്, ഷോർട്ട് നോട്ട്സ്, ഡൗട്ട് ക്ലിയറിങ്ങിന് വേണ്ടിയിട്ടുള്ള ലൈവ് സെക്ഷൻസ് എന്നീ സെക്ഷനുകളുടെ ഓരോ സ്റ്റുഡൻറ്റും കടന്നു പോകുന്നത് കൊണ്ട് തന്നെ 100% പാസിംഗ് സപ്പോർട്ട് നമുക്ക് ഉറപ്പു നൽകാൻ സാധിക്കുന്നത്. ഇതിനുവേണ്ടി ഡിപ്പാർട്ട്മെന്റ് വൈസ് ഒരു ഡെഡിക്കേറ്റഡ് ടീം തന്നെ ഞങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റ്, അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റ്, അക്കാഡമിക് ഡിപ്പാർട്ട്മെന്റ്, പ്ലേസ്മെന്റ് ഡിപ്പാർട്ട്മെന്റ്, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് എന്നീ ഡിപ്പാർട്ട്മെന്റുകളുടെ സഹായത്തോടെ AI ഇൻ്റഗ്രേറ്റഡ് ആൻഡ്രോയിഡ് ആപ്പ് സ്റ്റോർ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ലേണിംഗ് ആപ്ലിക്കേഷൻ മുഖേന ഏത് സമയത്തും ഇന്റർനാഷണൽ തലത്തിൽ എവിടെ ഇരുന്നു കൊണ്ടും തന്നെ നമ്മുടെ ക്ലാസ്സുകൾ ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇന്ദിര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ. ഹായ് സ്റ്റുഡൻസ്, നമ്മൾ ഇന്ന് ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ എന്ന് പറഞ്ഞ സബ്ജക്റ്റിലാണ് നോക്കുന്നത്. ഫൈനാൻഷ്യൽ അക്കൗണ്ടിൽ നമുക്ക് മൊത്തം പഠിക്കാനുള്ളത് 6 ബ്ലോക്ക്, 6 ബ്ലോക്ക് നമുക്ക് കവർ ചെയ്യാനുണ്ട് മൊത്തം. ഓക്കെ, ഈ 6 ബ്ലോക്കിൽ നമ്മൾ ഫസ്റ്റ് ബ്ലോക്ക്, അതായത് ഫസ്റ്റ് യൂണിറ്റ് ആണ് നമ്മൾ നോക്കുന്നത്. ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിങ് ആണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിങ് എന്ന് പറയുന്ന സമയത്ത് ഈ ഒരു യൂണിറ്റിൽ നമുക്ക് കവർ ചെയ്യാനുള്ളത് ഇത്രയും പാഠഭാഗങ്ങളാണ്. അതായത് ഡെഫിനേഷൻ ഓഫ് അക്കൗണ്ടിങ്, മീനിങ് ഓഫ് അക്കൗണ്ടിങ്, ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ്, advantages and disadvantages of accounting, accounting principle and uses, accounting concept. അപ്പോൾ ഇത്രയും ഏരിയ ആണ് നമുക്ക് ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിങ്ങിൽ നമുക്ക് കവർ ചെയ്ത് പോകാനുള്ളത്. ഇതിൻ്റെ ഡീറ്റെയിൽ ക്ലാസ്സുകൾ നമ്മളെ ലിങ്കിൽ കയറിയാൽ നിങ്ങൾക്ക് ക്ലാസ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നതാണ്. അതിൽ നമ്മൾ ഇത്രയും യൂണിറ്റ്സ് കവർ ചെയ്ത് പോകുന്ന സമയത്ത് നമുക്ക് ഇതിൽ വരുന്ന ക്വസ്റ്റ്യൻസ്, നമുക്ക് ഇതിൽ ഒരു എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. കാരണം ഫസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സബ്ജക്റ്റ് പഠിക്കുമ്പോൾ അക്കൗണ്ടിങ് എന്താണെന്ന് അറിയണമല്ലോ. അപ്പോൾ അക്കൗണ്ട്സിൻ്റെ ഡെഫിനേഷനും അതിൻ്റെ പ്രിൻസിപ്പിൾസ്, അതിൻ്റെ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് എന്നൊക്കെ തുടങ്ങിയ ഏരിയയിൽ നിന്നൊക്കെ നമുക്ക് 4 മാർക്സിനും എസ്സേ ടൈപ്പിലൊക്കെ ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട്. ഇതിൽ മെയിനായിട്ട് ചോദിക്കാൻ പോകുന്ന ഒരു 4 മാർക്കിന് 2 മാർക്കിനൊക്കെ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് കോൺസെപ്റ്റ് ഓഫ് ബുക്ക് കീപ്പിംഗ്, അക്കൗണ്ടിങ്, ഡെഫിനേഷൻ, മീനിങ് ആൻഡ് സ്കോപ്പ് ഓഫ് അക്കൗണ്ടിങ്, അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ്, ദെൻ ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്. ഓക്കെ, അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് തന്നെ കുറേ പ്രിൻസിപ്പിൾസ് ഉണ്ട് നമുക്ക് പഠിക്കാൻ. അതൊക്കെ ഒരു എസ്സേയിലേക്ക് നമുക്ക് ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിട്ട് വരാൻ സാധ്യത ഉള്ളതാണ്. അപ്പോൾ ഓവറോൾ നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് എന്തിൽ നോക്കാനുള്ളത്, ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് യൂണിറ്റിൽ കവർ ചെയ്യാനുള്ളത്. ഓക്കെ, ഇത് കൂടുതൽ നമ്മൾ ഈ ക്ലാസ്സുകൾ കാണാൻ വേണ്ടിയിട്ട് നമ്മളെ ഇന്ദിര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ്റെ ആപ്പിൽ, അതായത് മൈ കോളേജ് എന്ന് പറഞ്ഞ ആപ്പിൽ നമ്മുടെ ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം എല്ലാവരും ജോയിൻ ചെയ്യാം. ഓക്കെ.